ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ 6ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ ആയിരുന്നു ദ എർത്ത് മീത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അതിൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് ഒരുപാട് ബിലീവ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൻ്റെ വിശ്വാസങ്ങൾ റിയാലിറ്റിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നാണ് മിസ്സനി പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, നമുക്കറിയാം ഇതാ ആദ്യം കാണുന്ന ആളുടെ പേരാണ് തെയിൽസ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? തെയിൽസ് എന്നായിരുന്നു കേട്ടോ. തെയിൽസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്താ പറഞ്ഞ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? തെയിൽസ് ആയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തിക്കിടക്കുന്ന ഒരു സംഭവമാണെന്നാണ് തെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബിലീവ്സ് ആയിരുന്നു എന്ത്? യെസ്, എർത്ത് എന്ന് പറയുന്നത് ഈ വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണെന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് പറയുന്നത് the concept of the spherical earth was the first put forward by the Greek philosopher Thales in the 7th century. Yes, ഭൂമിക്ക് ആദ്യമായിട്ട് സ്പിരിക്കൽ ഷേപ്പാണ് അല്ലെങ്കിൽ ഗോളാകൃതിയാണെന്ന് പറഞ്ഞത് തെയിൽസ് ആയിരുന്നു. അദ്ദേഹം ബിലീവ് ചെയ്ത് എന്തായിരുന്നു? ബിലീവ് ദാറ്റ് ദിസ് സ്ഫിയർ ഫ്ലോട്ടഡ് ഓൺ വാട്ടർ. അദ്ദേഹം ജലത്തിൽ, അതായത് ഈ ഗോളം ജലത്തിൽ എന്താണ് പൊങ്ങിക്കിടക്കുന്ന എന്തോ ഒന്നാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതി ഉണ്ടെന്ന് പറഞ്ഞത് തെയിൽസ് ആയിരുന്നു. രണ്ടാമത്തത് പൈതഗോറസും അരിസ്റ്റോട്ടിലും. ആദ്യം കാണുന്നതാണ് പൈതഗോറസ്. ഇതാണ് എന്താ? അരിസ്റ്റോട്ടിൽ. അവർ രണ്ടുപേരും വിശ്വസിച്ചത്, അവർ രണ്ടുപേരും ഗ്രീക്ക് ഫിലോസഫർ ആണ്. പൈതഗോറസും അരിസ്റ്റോട്ടിലും എന്താണ് പറഞ്ഞത്? യെസ്, ഭൂമിക്ക് ഗോളാകൃതിയാണ്, സ്പിരിക്കൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അതിനെതിരെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാദങ്ങളൊക്കെ വന്നു. പക്ഷേ ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് വന്നടാ? ലേറ്റർ ആര് വന്നു? കോപ്പർനിക്കസ്. എന്താണ്? യെസ്, അവർ പറഞ്ഞ സത്യമാണ്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്നെന്താ അതിനെ പിന്താങ്ങുകയുണ്ടായി. ഓക്കെ, അടുത്ത ആള് ആര്യഭട്ടൻ അല്ലെങ്കിൽ ആര്യഭട്ട എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഭൂമി സ്പിരിക്കൽ ഷേപ്പാണ്. അതെന്താണ്? അച്ചുതണ്ടിൽ ഇങ്ങനെ, അതായത് ഒരു അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണെന്ത്? ഒരു സാങ്കല്പിക അച്ചുതണ്ടിലാണ് നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ആര്യഭട്ട ഈസ് എൻ ഇന്ത്യൻ ആസ്ട്രോണമർ. അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് അല്ലേ. അദ്ദേഹം സ്ട്രോങ്ലി ബിലീവ്ഡ്. അദ്ദേഹം എന്താണ് വിശ്വസിച്ചത്? യെസ്, ഷേപ്പ് ഓഫ് ദ എർത്ത് ടു ബി സ്പിരിക്കൽ ഷേപ്പാണ്. അതെന്താണ്? യെസ്, ഇമാജിനറി ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് ആര്യഭടൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് മഗല്ലൻ. ആരായിരുന്നു മഗല്ലൻ എന്ന് പറഞ്ഞാൽ? മഗല്ലൻ ആരായിരുന്നു? യെസ്, നമുക്കറിയാം മഗല്ലൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള യാത്രയിൽ അയാൾ കംപ്ലീറ്റ് ഭൂമി ചുറ്റി. ലോകം ചുറ്റിയുള്ള യാത്രയിൽ അദ്ദേഹം പറഞ്ഞു യെസ്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആര് പറഞ്ഞു? മഗല്ലൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റിയാലിറ്റിയിലേക്ക് വന്നു. ഓക്കെ, ഐസക് ന്യൂട്ടൺ ആണ് നമ്മുടെ എർത്തിൻ്റെ, നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ ഷേപ്പ് എന്താണെന്ന് കണ്ടുപിടിച്ചത് ആരാ? ഐസക് ന്യൂട്ടൺ ആയിരുന്നു കേട്ടോ. ഓക്കെ, അദ്ദേഹം എന്താ പറഞ്ഞത്? യെസ്, നമ്മുടെ ഭൂമിക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സ്പിരിക്കൽ ഷേപ്പ് അല്ല. ഇതാണിപ്പോൾ നമ്മുടെ ഭൂമി എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ഇവിടെ ഫ്ലോട്ട് ചെയ്ത് കണ്ടോ? ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? ഇങ്ങനെ പരന്ന് കിടക്കും. ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ അങ്ങനെ പൊന്തി കിടക്കുന്ന ഷേപ്പാണ്. കറക്റ്റ് ഗോളാകൃതി അല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലാറ്റായിട്ട് കിടക്കും. രണ്ടിടത്തും ഫ്ലാറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാറ്റായിട്ട് കിടക്കും. അതുപോലെ സൈഡ് മധ്യഭാഗം ചെറുതായി വീർത്തതുമാണ്. വീർത്തെന്ന് പറയുമ്പോൾ ബൾജ്ഡ്. കണ്ടോ? ഇവിടെ വീർത്തതുമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്നാണ് ആര് പറഞ്ഞത്? ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. ഓക്കെ, നോക്കിക്കോ. സർ ഐസക് ന്യൂട്ടൺ പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്പിരിക്കൽ ഇൻ ഷേപ്പ്. കറക്റ്റ് സ്പിരിക്കൽ ഷേപ്പ് അല്ല, ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റ് ഉണ്ട്. അതായത് മേലെ മേലെ ഫ്ലാറ്റായിട്ട് പരന്നതും അതിൻ്റെ മിഡിലായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, ഭൂമിയുടെ ഷേപ്പിന് ജിയോയിഡ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് അതിനെ ജിയോയിഡ്, ഭൂമിയുടെ ആകൃതി ജിയോയിഡ് എന്നാണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജിയോയിഡിൻ്റെ മീനിങ് ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് റിയാലിറ്റി. നേരത്തെ പറഞ്ഞൊക്കെ നമ്മുടെ വിശ്വാസങ്ങളായിരുന്നു, ബിലീവ്സ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഐസക് ന്യൂട്ടൺ പറഞ്ഞതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.